ഉപ്പും മുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പൊരിഞ്ഞ തല്ലിൻ്റെ ഒരു ദിവസമാണ് കൂട്ടുകാരെ. കാരണം എൻ്റെ വീട്ടുകാരാണ് വലുത് എന്നുള്ള പൊങ്ങച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ലച്ചു ആണെങ്കിൽ ലച്ചുവിൻ്റെ അപ്പൂപ്പനെ ഭയങ്കര പൊക്കി പറയുന്നു. പടവലത്തെ അപ്പൂപ്പൻ സൂപ്പറായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യം ഓർത്തതെന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ അപ്പൂപ്പനെ പറയാൻ വന്നതും ലച്ചു പറയുന്നത് എൻ്റെ മൂടങ്ങ് പോയി അപ്പൂപ്പൻ്റെ കാര്യം കേട്ടപ്പോഴേ എന്നും പറഞ്ഞ് അങ്ങ് എണീറ്റ് പോയി. അത് സിദ്ധുവിന് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ട് നീലുവും ബാലുവും കൂടി അടി കൂടുന്നത് പോലെ ഇപ്പോൾ സിദ്ധുവും ലച്ചും കൂടി അവരവരെ വീട്ടുകാരെ പറഞ്ഞ് അടികൂടക്കം തുടങ്ങി. ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യം പറയാൻ ഒരുങ്ങിയപ്പോൾ നിനക്ക് പുച്ഛം. പടവലങ്ങയൊക്കെ റോഡിയിട്ട് വിറ്റോണ്ടല്ലേ നിൻ്റെ അപ്പൂപ്പന് പടവലങ്ങയെന്ന് പേരിട്ടത്. പടവലങ്ങ വിറ്റത് നിൻ്റെ അപ്പൂപ്പനായിരിക്കുമെന്ന് ലച്ചുവും. ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സിദ്ധുവിന് കാലി സഹിക്കാൻ പറ്റുന്നില്ല. ലച്ചു അലറി വിളിക്കുന്നുണ്ട് ലച്ചു എന്നും പറഞ്ഞുകൊണ്ട്. സിദ്ധുവിൻ്റെ അലർച്ച കേട്ടതും ലച്ചു കണ്ടം വഴി ഓടിയെന്ന് തന്നെ പറയാം. പിന്നെയും കാണിക്കുന്നത് അവർ തങ്ങളിലുള്ള ആ തല്ലാണ്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീടിൻ്റെ അത്ര എത്തത്തില്ലെന്ന് ലച്ചുവും ഒന്ന് പോടി അവിടെ നിന്ന് സിദ്ധു. ഒരു ചീഞ്ഞ പടവലങ്കാരി വന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സിദ്ധു പറഞ്ഞതേ സിദ്ധുവിനറിയാവുള്ളൂ. ലച്ചു ചാടി സിദ്ധുവിൻ്റെ മണ്ടയിലേക്ക് വീഴുന്നുണ്ട്. മാത്രമല്ല വീട്ടിലെ എല്ലാവരും ശത്രുക്കളെ പോലെ സിദ്ധുവിൻ്റെ വട്ടം കൂടി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്താകും സിദ്ധുവിൻ്റെ കാര്യം? ഒരു രക്ഷയില്ല. പടവലം വേഴ്സസ് കുഴിപ്പളമാണ്. ഈ തല്ലി ഇനി ആര് ജയിക്കാൻ പോകുന്നു എന്ന് കാത്തിരിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര സൂപ്പറാണ്. ചിരിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ.